ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എഴുന്നേറ്റിട്ട് കുറേ നേരമൊക്കെ ആയി. ചോറ് വയ്ക്കാനുള്ള വെള്ളമൊക്കെ ഗ്യാസുമ്മ വെച്ചു. അപ്പോൾ ഇത് ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീയക്കുട്ടി വന്നിട്ട് ഇവിടെ ശല്യം ചെയ്യുന്നുണ്ട്. അതാണ് കേട്ടോ. അപ്പോൾ ദേ അരി തിളച്ചോന്ന് നോക്കാണ്. അപ്പോൾ ദേ തിളച്ചിട്ടില്ല, അരിയൊക്കെ ഞാൻ ഇട്ടു. പിന്നെ പച്ചപ്പയറാണ് ഉപ്പേരി വെക്കണത്. പിന്നെ ചാറായിട്ട് കടലയും ഉരുളക്കിഴങ്ങും കൂടിയിട്ട് വെക്കാന്നാണ് വിചാരിച്ചേക്കണത്. അപ്പോൾ അതേ എന്താ പറയുക, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം, ചൂടുവെള്ളം കാലത്ത് കഴിഞ്ഞ് ചൂടുവെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ അതേ ഉരുളക്കിഴങ്ങ് ഞാൻ നന്നാക്കണം കേട്ടോ, കടലരൊപ്പം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് അത് കഴുകിയിട്ട് അതിൻ്റെ ഒപ്പം ഇട്ടിട്ട് കടലരൊപ്പം നമ്മൾ ഉരുളക്കിഴങ്ങോ കൊള്ളിയോ എന്തെങ്കിലും ആഡ് ചെയ്ത് ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ നല്ല കുഴമ്പായിട്ട് നല്ല ടേസ്റ്റിൽ കഴിക്കാം കേട്ടോ. അപ്പോൾ കൊള്ളി അടിപൊളി കേട്ടോ. അപ്പോൾ കൊള്ളി ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ ഉരുളക്കിഴങ്ങാണ് വെച്ചത്. പിന്നെ മുകളിലുണ്ടായിരുന്ന കുറച്ച് പയറൊക്കെ ചേട്ടൻ പൊടിച്ചോണ്ട് തന്നു. അപ്പം അതും ഉരിഞ്ഞിരുന്ന അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം എൻ്റെ ഇടയിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ചായയൊക്കെ ഇതിൻ്റെ ഇടയിലാണ് കേട്ടോ കുടിക്കുക. പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് അപ്പോൾ ഉരുളക്കിഴങ്ങും കടലക്കറിയും വിസിലടിച്ച് അത് ഞാൻ ഇറക്കി വെച്ചു. അതിന് ശേഷം പാല് വെച്ചു. അപ്പോൾ നമ്മൾ ഓരോന്നും കഴിയണതിനനുസരിച്ച് വെച്ച് അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പണി വേഗം കഴിയൂട്ട് അടുക്കളയത്തെ. പിന്നെ നമ്മൾ അടുത്തത് വെക്കണത് എന്താണെന്ന് വേഗം തന്നെ ചിന്തിക്കുക, അല്ലെങ്കിൽ തലേ ദിവസം ഇങ്ങനെ ചിന്തിച്ച് വെക്കുക എന്ത് ഉണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ പിന്നെ നമുക്ക് രാവിലെ വേഗം എളുപ്പം പണികൾ കഴിയും. അപ്പം ഞാനിത് ഈ കാലത്തേക്ക് എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുട്ടിക്ക് പലഹാരം വേണം. അപ്പം അത് കഴിക്കാൻ നൂലപ്പമാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ മാറി മാറി ഉണ്ടാക്കും. ഒരു ദിവസം നൂലപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കും, ദോശ ഉണ്ടാക്കും, പത്തിരി ഉണ്ടാക്കും, അങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ അതിനുള്ള വെള്ളം തിളപ്പിച്ച് അത് കുഴച്ചൊക്കെ വെച്ചു കൂട്ടാം. അതിനുശേഷം പയർ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പയറിനുള്ള ഇത് ചെയ്തുകൊണ്ടിരിക്കണം. ഉള്ളിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ചതച്ചിട്ട് അത് കാച്ചാൻ വേണ്ടിയിട്ട് അത് ചെയ്യണം. അപ്പം അത് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മൂത്ത് വന്നതിന് ശേഷം അത് പയറൊക്കെ ഇട്ട് അത് ഒക്കെ ആക്കി. അത് കഴിഞ്ഞപ്പോൾ ഇതെൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ, കടലക്കറിയുടെ ഒരു ഇതെന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സബോള പിന്നെ ഒരു തക്കാളി, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇതൊക്കെ വഴട്ടിയിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല. അപ്പോൾ ഒരു ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റും മണമൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് ഗ്രേവി ആക്കിയതിന് ശേഷം നമ്മുടെ ഈ ഉരുളക്കിഴങ്ങും കടലയും അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുക. അപ്പം അത് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നൂലപ്പം റെഡിയാക്കി. അപ്പോൾ ഒരു സെറ്റ് ആക്കിയിട്ട് രണ്ടാമത്തെ സെറ്റ് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അത് ഓക്കെ ആയി. അപ്പോൾ എന്താ പറയുക, വേഗം തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. പിന്നെ അതുപോലെ ലഞ്ചിനുള്ളതും റെഡിയായി. പിന്നെ ചേട്ടനെ കൊണ്ടുപോകാൻ കറികളൊക്കെ ആയി. ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല, അത് വീഡിയോ പിടിച്ചില്ല. അപ്പോൾ ഈ നീയക്കുട്ടി എനിറ്റപ്പം അവൾക്ക് തന്നെ പല്ലയിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ പല്ലയിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഞാനൊന്ന് തേപ്പിക്കും, ബ്രഷ് കൊണ്ടൊന്ന് തേപ്പിക്കും. അപ്പോൾ പല്ലയിച്ച് കഴിഞ്ഞപ്പോൾ വെളുത്തിട്ടുണ്ടോ എന്ന് നോക്കിയാമ്മേ എന്ന് പറഞ്ഞിട്ട് കാണിച്ചതാണ് കേട്ടോ എനിക്ക്. ചില ദിവസങ്ങളിൽ അവൾക്ക് തന്നെ പല്ലയിക്കണം, തന്നെ ഭക്ഷണം കഴിക്കണം, ഒക്കെ തന്നെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ചേട്ടനൊക്കെ ചേട്ടൻ പോയതിന് ശേഷം ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്.
അപ്പോൾ നൂലപ്പം, പിന്നെ അതിലേക്ക് പാല്, കടലക്കറിയും ഉരുളക്കിഴങ്ങ് അത് അവളിങ്ങനെ കഴിക്കില്ല. അവൾക്കതിന് പാലാണ് വേണ്ടത്. നൂലപ്പത്തിന് പാല് വേണം, ഇഡ്ഡലിക്ക് ചട്നി വേണം, അങ്ങനെ ഓരോന്നിനും ഓരോ കറികൾ വേണം അവൾക്ക്. അപ്പോൾ അത് നേഹയ്ക്കായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം പാല് ഒഴിച്ചിട്ടാണ് കഴിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും കഴിക്കും, അല്ലെങ്കിൽ പിന്നെ ഞാൻ കഴിക്കാൻ നേരം വൈകും. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ കഴിക്കണം. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം കൂടുമ്പോഴാണ് ഞാൻ അലക്കുക. വാഷിംഗ് മെഷീനിലായതുകൊണ്ട് ഇത്തിരി അധികം ഉണ്ടായാൽ അലക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അലക്ക് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഉച്ചയായിട്ടാണ്. അപ്പോൾ ഇതേ ഞങ്ങൾ ചോറുണ്ണാൻ പോവാണ്. അപ്പോൾ ഉണക്കപ്പയറും പച്ചപ്പയറും പിന്നെന്താ സർലാസ് അതൊക്കെ കൂട്ടിയിട്ടാണ് ചോറിനാൻ പോകണം. അപ്പോൾ അവൾക്ക് കയ്യിലൊഴിക്കാൻ പറഞ്ഞപ്പോൾ കയ്യിലൊഴിച്ച് കൊടുത്താണ് കേട്ടോ. അത് മേത്തൊക്കെ കളയും, അത് വേറെ കാര്യം. അത് സർലാസ് തൈരധികം ഇഷ്ടമല്ല ആൾക്ക്. വെറുതെ ഒരു ഇതിന് ഭംഗിക്ക് നക്കി നോക്കുന്നതാണ് ആള്. അപ്പോൾ അതേ ഭക്ഷണം കഴിക്കാണ്. എന്ത് കഴിക്കുകയാണെങ്കിലും ഞാൻ വാരി കൊടുക്കണ. ചിലപ്പോൾ അവൾ ഒറ്റയ്ക്ക് കഴിക്കണമെന്ന് പറയും. വാരി കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ എനിക്കും അവൾക്കും കൂടിയിട്ട് ഒരുമിച്ചെടുക്കും. അവൾക്ക് കൈ കഴുകണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കാട്ടാ. അപ്പോൾ അതേ കൈ കഴുകാൻ പോവാണ് ഞങ്ങൾ. എന്നിട്ട് കൈയൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോവാണതാണ് കേട്ടത്. ഉറങ്ങിയിട്ട് ഉറങ്ങാൻ പോവാണ് ഞങ്ങൾ. വായോ അങ്ങോട്ട് വാങ്ങും. അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞത് എനിക്ക് വന്നിട്ട് ഞങ്ങൾ. അപ്പോൾ ചായ കുടിക്കണ നേരമായി. ചായ കുടിക്കാൻ അപ്പോൾ ചായയൊക്കെ വെച്ചു. അപ്പോൾ കാലത്തത്തെ നൂലപ്പം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പാലില്ല, പാല് കഴിഞ്ഞു, കാലത്ത് പാല് കുടിച്ചത് കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് ചായ മതിയോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചായ മതി എന്ന് പറഞ്ഞപ്പോൾ ചായ ഒഴിച്ചിട്ട് കൊടുക്കണ്. അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് തന്നെയൊക്കെ തിന്നു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് വാരി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അത് ഞാൻ വാരിയൊക്കെ കൊടുത്തു. അതിൻ്റെ ഇടയിൽ ഞാനും കഴിച്ചു. അപ്പം അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കണ നേരത്താണ് ചേട്ടൻ വന്നേട്ടാ. അപ്പോൾ അതേ നൂലപ്പൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടിരിക്കണേ. അപ്പം അത് കഴിഞ്ഞ് ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ മുട്ട മേടിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. വെറുതെ എന്നും വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കല്ലേ, പുറത്തേക്കൊന്നും ഇറങ്ങണില്ലല്ലോ. അപ്പോൾ ചേട്ടൻ വരുമ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ഞങ്ങളും കൂടെ പോവും. ചില ദിവസങ്ങളിൽ മാത്രം കേട്ടോ, എന്നും പോവൊന്നുമില്ല. ചില ദിവസങ്ങളിൽ ഞങ്ങൾ കൂടെ പോവും. അപ്പം അങ്ങനെ പോവാണ് കേട്ടോ. അപ്പം പോണേൻ്റെ സന്തോഷമാണ് കേട്ടോ ഉള്ള മുഖത്ത് കാണുന്നത്, പുറത്തേക്ക് പോണേൻ്റെ സന്തോഷം. പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ചേട്ടൻ പറഞ്ഞ ഐസ്ക്രീം കഴിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഐസ് ബോട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് നിന്നപ്പോൾ അവിടെ ഒന്നും കാണാനില്ല. അപ്പോൾ കാച്ചേരി സെൻറ്ററിലെത്തിയപ്പോൾ അവിടെ ലാസയുടെ ഐസ്ക്രീമിൻ്റെ ഒരു കമ്പനി തന്നെയാണെന്ന് തോന്നുന്നുണ്ട്, അതുണ്ട്. അപ്പോൾ ഫുൾ ലാസ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ, ലാസയുടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ ഫ്ലേവറുകളും ഉണ്ട് ലാസയുടെ. അപ്പം ഞാൻ 2 ബട്ടർ സ്കോച്ചിൻ്റെ കോൺ ടോപ്പാണ് എടുത്ത് മേടിച്ചത്. അവിടെ 80 രൂപ കേട്ടോ, ഒരെണ്ണത്തിന് 40 രൂപ, 2 എണ്ണത്തിനും കൂടി 80 രൂപ. അപ്പോൾ പുറമേയൊക്കെ എങ്ങനെയാണ് റേറ്റ് എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ എങ്ങനെയാണ് റേറ്റ്. എല്ലാവിധ ഐസ്ക്രീമുകളും ഉണ്ട് കേട്ടോ അവിടെ. നമ്മൾക്ക് ഏതൊക്കെ ടൈപ്പ് വേണോ അതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി മേടിക്കായിരിക്കും നല്ലത് കേട്ടോ. ഈ കാച്ചേരിയിലുള്ളവരൊക്കെ ഇവിടെ വന്ന് മേടിക്കായിരിക്കും നല്ലത്. കാച്ചേരി, നടത്തറ, നെല്ലിക്കുന്ന് ഭാഗത്തുള്ളവരൊക്കെ ഇവിടെ വന്ന് മേടിച്ചോ. നല്ല അടിപൊളി ഐസ്ക്രീമാണ് ലാസയുടെ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവൾക്ക് അപ്പോൾ പൊട്ടിക്കണം. അപ്പോൾ അകത്തേക്ക് കയറാനുള്ള ക്ഷമയൊന്നുമില്ല. അപ്പോൾ അതേ അകത്തേക്ക് കയറിയിട്ട് പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കണ്. അപ്പോൾ അതേ വാതിലൊക്കെ തുറന്ന് ഞങ്ങൾ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നിയോകുട്ടി ചെരുപ്പൊക്കെ ഊരിയിട്ട് 2 ഐസ്ക്രീമും പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ സമ്മതിച്ചു കേട്ടോ. അപ്പോൾ ഒരെണ്ണം എനിക്ക് ഒരെണ്ണം അവൾക്കാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ അങ്ങനെ ഐസ്ക്രീമും സാധനങ്ങളൊന്നും കഴിക്കില്ല, ഞങ്ങൾ കൊടുക്കുമ്പോൾ കഴിക്കുക അത്രേ ഉള്ളൂ. സ്നേഹമില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ.
അപ്പം ഞങ്ങളിത് കഴിച്ചുകൊണ്ടിരിക്കണേ. പിന്നെ ഒന്നുമില്ല പ്രത്യേകിച്ച്. ഭക്ഷണമൊക്കെ കഴിച്ച് പ്രാർത്ഥനയൊക്കെ എത്തിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബായ്. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ ബായ്.